ഗൈസ്, വെൽക്കം ടു ലെജൻഡറി. അപ്പോൾ ഗൈസ്, നമ്മളെ വീട്ടിൽ നമ്മളുണ്ട്. നമുക്കപ്പോൾ ഇച്ചിരി പരിപാടിയുണ്ട്. ഞാൻ ഈ വീട് കളയുന്നില്ല, ബട്ട് നമുക്ക് ഇച്ചിരി പരിപാടികളുണ്ട്. നമുക്ക് പരിപാടിക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ പാർട്ട് 3 ആണ്. നമുക്ക് നമ്മുടെ ഇച്ചിരി വെപ്പൺസൊക്കെ ഉണ്ട്. നമ്മുടെ കോപ്പർ എടുത്ത് വയ്ക്കാൻ നമുക്ക് ഇച്ചിരി ഓക്കാക്കുന്നതാണ് നല്ലത്. നമുക്ക് പെട്ടെന്ന് ഓൺ എൻ്റെ ഇല്ലാതായി. പക്ഷേ ഇത്ര മതി. നമുക്ക് എന്ത് ഫർണസ് നമുക്ക് ഇച്ചിരി പൊട്ടറ്റ ഞാൻ ബേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഓക്കാക്കണ്ടായിരുന്നു. ഇവിടെ ഇടുക. അല്ല ഇരുന്നോട്ടെ. ഓക്കെ, നമുക്ക് നമ്മുടെ ഇൻവെൻ്ററി സെറ്റാക്കി നമുക്ക് ഇച്ചിരി ടോർച്ച് ഉണ്ടാക്കണം. ടോർച്ച് നമുക്ക് സ്റ്റിക്സിൻ്റെ ആവശ്യമുണ്ട്. ഇച്ചിരി ഇത് നമുക്ക് അവിടെ നിന്ന് ഇച്ചിരി നമുക്കൊരു പൈനാട്ടുണ്ട്. ഇത്ര മതിയായിരിക്കും. കുറച്ച് സ്റ്റിക്സ് അല്ലേ വേണം. കോപ്പറിൻ്റെ ആവശ്യം അങ്ങനെ വലിയതില്ല, കാരണം പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കാനേ ഉള്ളൂ. ഇങ്ങനെ അല്ല നമ്മൾ വീടൊക്കെ പണിയുമ്പം അങ്ങനെ ഉണ്ടാക്കാനേ ഉള്ളൂ. അത് നമുക്ക് സ്റ്റിക്സ് ഉണ്ടാക്കണം. എൻ്റെ ഒരു സ്റ്റാക്കിൻ്റെ മുകളിൽ അയണുണ്ട്. അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. അതുകൊണ്ടിപ്പോൾ നമ്മൾ ആർമർ പോയാൽ അത്രയ്ക്ക് സീനൊന്നുമില്ല. തന്നെ അങ്ങോട്ട് ഓട്ടോമാറ്റിക് വന്നോളൂ. എന്ത് മതി, ആവശ്യത്തിനുള്ളതുണ്ട്. പിന്നെ ഞാൻ ബെഡ് റോക്കാണ് കളിക്കുന്നത്. ഓക്കെ, ഞാൻ ബെഡ് റോക്കാണ് കളിക്കുന്നത്. അപ്പോൾ ജാവയ്ക്കകത്ത് ചെയ്യാൻ പറ്റുന്ന പാകം ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നിന്നിട്ട് എനിക്കിപ്പോൾ എന്തോ പോലെയാണ്. കാരണം ഒരു വില്ലേജ് ഞാനിപ്പം മറ്റേ ഗ്രാഫിക്സ് കാണിച്ചത്. പക്ഷേ എൻ്റെ പേരെന്നായിരുന്നു? പേര് ഓർമ്മയായി. വൈബ്രൻ്റ് വിഷ്വൽസ്. വൈബ്രൻ്റ് വിഷ്വൽസ് ഇട്ട് കളിക്കുമ്പോൾ ഇതെന്നാണ് ഈ സ്നോയി റീജിയൻ ആയതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ ഭയങ്കര ലാഗാണ്. പിന്നെ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നത് അറിയത്തില്ല. ഇത് നോക്ക്. അപ്പം ഞാനിപ്പോൾ ഉണ്ടല്ലോ വേറെ സ്ഥലത്തെന്ന് വെച്ചാൽ പിന്നെ ഈ മഞ്ഞൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോവുകയാണെ സെറ്റാണ്. മനസ്സിലായോ? നമുക്ക് അവിടെ പോയി എൻ്റെ ഇങ്ങനത്തെ ഒരു വീടും ഇത് അണ്ടർഗ്രൗണ്ട് ബേസ് പോലെ ആക്കിയിട്ട് ഒരു വീടൊക്കെ പണിയണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ആ സ്ഥലത്ത് വരെ എത്തിക്കാം. ഗൈസ്, നമുക്കങ്ങനെ ഞാനിപ്പം പോകാൻ വേണ്ടി സ്ഥലം കണ്ടുപിടിച്ചു. അത് ഞാനിപ്പോൾ യാത്രയായി. അപ്പോൾ ഞാൻ ഓർത്തു പോളാർ ബിയറില്ല മണ്ട കൂടെ പോയി. കുഴപ്പമില്ല. അതെ, പോളാർ ബിയർ അതിൻ്റെ കൊച്ചു ചെറുക്കും കൂടെ ഉണ്ട്. നമ്മളെ നോക്കിയാണോ ഈ വരുന്നേ? ഗൈസ്, നമുക്കിട്ട് പണിയാനാണ്. ഇങ്ങനെ പോയാൽ ഞാനൊരു ആ ബോട്ടും എടുത്ത് എൻ്റെ കൊച്ചിനെയും കൊണ്ട് പോകും. എല്ലാം പ്രശ്നമുണ്ടോ? അതെ ഗൈസ്, നമ്മളെ അറ്റാക്ക് ചെയ്യാനാണ്. മോനെ, നമ്മളെ അറ്റാക്ക് നമ്മളൊന്നും ചെയ്തില്ല. ഹങ്കർ ബാർ പെട്ടെന്ന് ഓടിക്കോ ഗൈസ്. ഇത് ആ ഡയറക്ഷനാണ് കേട്ടോ. ആ ഡയറക്ഷനിലോട്ടാണ് പോകണ്ടേ. നമുക്കൊന്ന് പെട്ടെന്ന് പോയി അവിടെ ഞാൻ ഇച്ചിരി ഓക്ക് പ്ലാങ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അവിടെ പോയി നല്ല മരങ്ങളൊക്കെ കാണണം. അതുകൊണ്ട് പ്രശ്നമില്ല. നമുക്ക് ദൂരോട്ട് നോക്കിയാൽ കാണാം. അവിടെ ഈ കിടപ്പുണ്ട് നമ്മുടെ സ്ഥലം. നമ്മുടെ പുതിയ വീടുണ്ടാക്കാൻ അയൺ ഫാം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ നമുക്ക് എന്തായാലും നമുക്കിച്ചിരി ഇവിടുത്തെ റിവേഴ്സൊക്കെ മാറ്റണം. ഇവിടെ ഇതുണ്ടോ, എനിക്ക് ഇച്ചിരി ഫ്ലിൻ്റ് സീൽ ഉണ്ടാക്കണം. നമുക്കിപ്പോൾ ഏതായാലും നെതറിൽ പോകണം. നമുക്ക് ഏതായാലും നെതറിൽ പോകാനുള്ള സെറ്റപ്പിലോട്ട് ആയിട്ടില്ല. സ്വന്തം ഗ്രാവല് കളഞ്ഞല്ലേ നമുക്കിത് കിട്ടുന്നത്. ഫ്ലിൻ്റ് അല്ല, ഗ്രാവലല്ല ആയിരുന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ വൈബ്രൻ്റ് വിഷ്വൽസ് ഇട്ടുണ്ടല്ലോ. മോനെ കിടിലാണ്. കാണിച്ചു തരാം. ഇവിടെ അല്ലല്ലോ. അയ്യോ, ലോഡിങ് ഗ്ലോബൽ റിസോഴ്സ് അല്ല. പോടെ ഗ്ലോബൽ റിസോഴ്സ് ഒന്നും വേണ്ട. അയ്യോ, പിന്നെ ഇതിന് പോയില്ല. നമുക്ക് ഫാൻസി അല്ലേ. വൈബ്രൻ്റ് വിഷ്വൽസ് ഇട്ടു. നമ്മൾ ഇറങ്ങി. പിന്നെ വരെ ഇച്ചിരി ലാഗുണ്ട് ഗൈസ്. നോക്കുമ്പോൾ ആണ്ടടാ കിടക്കുന്നു നമ്മുടെ ബ്യൂട്ടിഫുൾ പോണ്ട് ഗൈസ്.
ഇതുണ്ട്, ഇതൊക്കെ സാൻഡാന്ന് പോലും പറയത്തില്ല, കിടിലായിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്നാൽ നല്ല സ്റ്റക്കുണ്ട്, എല്ലാം ഭയങ്കര ഇതാണ്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ടാസ്ക് എന്നാന്ന് വെച്ചാൽ, അയ്യോ മുമ്പോട്ട് നമുക്കൊന്ന് നമ്മുടെ സെറ്റിങ്സിൽ പോയി കയറി വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങാം. ഓക്കെ, ഞാൻ ഇച്ചിരി പണി കഴിഞ്ഞിട്ട് കാണാം. ഞാനിവിടെ നല്ല പണിയെടുക്കണം. കാരണം ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്തിനാ അറിയോ? ഇപ്പം ഞാൻ ഒത്തിരി ദൂരം പോയെന്ന് വെച്ചോ, അപ്പോൾ എനിക്കിത് അറിയണം. ഇത് ഇവിടെയാണ് സ്ഥലം, അങ്ങോട്ട് പോയാൽ എൻ്റെ വീട്ടിൽ പോകണം, അതൊക്കെ അറിയണം. അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തേ. ഇവിടെ ഒരു വലിയ റിവറുണ്ട്, ഇതേ നമുക്ക് സെറ്റപ്പ് ആക്കണം. പിന്നെ റിവറൊന്നും അടയ്ക്കാൻ പറ്റത്തില്ല, ശുദ്ധീകരണം ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ പോണ്ട് ഇരുന്നോട്ടെ, ഇതടയ്ക്കണം. അല്ലെ ഈ പോണ്ട് മാറ്റിയിട്ട് ഇത് നമുക്ക് അടയ്ക്കില്ല. ഇത് അടച്ചിട്ട് ഇത് നമ്മൾ ഇച്ചിരി സെറ്റപ്പ് ആക്കണം, അടിയിലൊക്കെ ലൈറ്റൊക്കെ വെച്ച്. അപ്പോൾ നമുക്ക് ഇച്ചിരി വുഡ് പോയി എടുക്കണം. അയ്യോ എൻ്റെ പുതിയ ആക്സൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നു. ആക്സും ഫ്ലാസ്കും ഉണ്ട്. ഫ്ലാസ്ക് അയ്യോ സ്റ്റിക്കൊക്കെ വീട്ടിൽ വെച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. പിന്നെ ഇൻവെൻട്രി പോകാത്ത മറ്റൊരു ഇതുണ്ടല്ലോ, ഇതടിക്കത്തില്ലേ, എന്തോ ചീറ്റടിക്കത്തില്ലേ, അതൊന്ന് കമൻറ്റ് ചെയ്തു, എനിക്ക് അറിയത്തില്ലായിരുന്നു. വേറെ മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് ഗെയിംസിലൊക്കെയാണ് ചുമ്മാ നമുക്ക് സെറ്റിങ്സിൽ പോയി നോക്കാം. ഇതിനകത്ത് സെറ്റിങ്സിൽ പോയി നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ചീറ്റ് അടിക്കണമെന്നും അറിയത്തില്ല, സെറ്റിങ്സ് ഞാൻ റോങ് ആയിട്ടാണോ ചെയ്തതെന്നും എനിക്കറിയത്തില്ല, കാരണം കണ്ടിട്ടില്ല ഞാൻ. ഈ മരം വരെ വെട്ടി ഇതെല്ലാം കൃഷിയുണ്ടോ? എന്തോ നമുക്ക് ദിവനെ ചപ്പാടാക്കണം. നിന്നെയും വേണം. നോർമലി വെട്ടി അടിക്കുന്നത്, പിന്നെ വൺ ഷോട്ട് ചെയ്യുന്നല്ലേ കേട്ടോ. നമുക്കിപ്പോൾ ഇച്ചിരി അത്യാവശ്യം ഫുഡ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ ആവശ്യമില്ല. അപ്പോൾ നല്ല റാബിറ്റിനെ തിന്നു ചെയ്ത് തിന്നു. അതിന് നമ്മളെ ഫസ്റ്റത്തെ പ്ലാൻ ഒരു വീടുണ്ടാക്കി നമ്മുടെ സ്റ്റോറേജും കാര്യങ്ങളെല്ലാം കൊണ്ടുവരിക. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റോറേജ് വെച്ചേക്കുന്ന സംഭവം എല്ലാം കൊണ്ടുവരിക. അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി എന്തുകൂട്ടാ, നമ്മുടെ പരിപാടി അത് കഴിഞ്ഞ് നമുക്കിത് വേണം. എന്താ, നമ്മുടെ അവിടുത്തെ ബേസ് പോലെ താഴെ ഒരു അണ്ടർഗ്രൗണ്ട് ബേസ് വേണം. അവിടെ ഇരിക്കുന്ന സ്റ്റോറേജ് മൊത്തം പരിപാടി. പിന്നെ ഫാം, ഞാൻ കഷ്ടപ്പെട്ടിപ്പോൾ 2 സ്ഥലത്ത് ഫാം ഉണ്ടാക്കി. അപ്പോൾ അല്ലെങ്കിൽ അവിടെ ഇരുന്നോട്ടെ അല്ലേ, നമ്മൾ ആ വീട് അവിടെ ഇരുന്നോട്ടെ, അത് പൊളിക്കുന്ന കാര്യങ്ങളൊന്നും വേണ്ട. എക്സ്ട്രാ പുതിയതായിട്ട് തുടങ്ങാം, അത്രേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. നമുക്ക് ബ്രിഡ്ജ് കിട്ടിയതിൻ്റെയാണ് ഈ അച്ചീവ്മെൻറ്റ്. കാരണം സ്നോ റീജിയന് അവിടെ ഇങ്ങനത്തെ സ്ക്രൂസ് അല്ലേ ഉള്ളൂ. നമുക്കിത് മൈൻ ചെയ്യുക. മൈൻ. ഓക്കെ യെസ്, ഞാൻ നേരത്തെ ഒരു സർവൈവൽ വീഡിയോ ഇടാൻ വേണ്ടി വന്നിട്ട് ഞാനത് കളിക്കുന്നിടയ്ക്കുണ്ടല്ലോ ഇക്കത്തെ സ്റ്റക്കും. അത് മാത്രമല്ല ഭയങ്കര പാടും. സോംബി ക്രൈസിസ് അങ്ങനെന്തോ ആയിരുന്നു എൻ്റെ പേര്, ഞാൻ മറന്നുപോയി. ഞാൻ മോഡ് കയറ്റി കളിച്ചതാണ്. അതിനകത്ത് കുറേ ഓർസ് ഉണ്ട്. കാര്യമൊക്കെ ശരിയാ, വൺ പ്രോബ്ലം, കളിക്കാൻ പറ്റത്തില്ല. സോംബീസ് ഞാൻ ഈസി ഇട്ട് കളിച്ചാൽ പോലെ സോംബീസ് 1000 ആക്കറ് വരുന്നത്. രാത്രി ബ്ലഡ് മൂൺ പോലെ 3 ഉണ്ട്, ചുമന്ന 3 ഉണ്ട്. അപ്പം സോംബീസ് ഒത്തിരി വരും. ഓടാനും ഒരു ബേസ് ഉണ്ടാക്കാനും പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഈ ഇതില്ലേ പേരെന്നായിരുന്നു, എൻ്റെ പേരെന്നാണ് ജോൺ വിക്കിൻ്റെ ബേസ് ഇട്ട് ഒരുത്തനും വരും. അത് ജോൺ വിക്ക് മൈൻക്രാഫ്റ്റിൽ എങ്ങനെ ഉണ്ടാകും അതുപോലെ വരും. ഇത് നമ്മളെ അറ്റാക്ക് ചെയ്തു ക്രോസ് ബോ വെച്ച്. അവസ്ഥ നോക്കും. ഇങ്ങനെയൊക്കെ കുറേമാരുണ്ട്. നമുക്ക് ഇച്ചിരി ഡർട്ട് വേണം. ബിക്കോസ് കണ്ടോ മണ്ടയിൽ നല്ല പോലെ വുഡുണ്ട്. നമുക്ക് ഈ വുഡൊക്കെ എടുക്കണ്ട, അതിന് വേണ്ടിയാണ്. അയ്യോ സോറി, അയ്യോ എവിടെയാണ് എൻ്റെ സ്റ്റക്ക്? എല്ലാ ദിവസവും ഇല്ലാത്ത സ്റ്റക്കുണ്ടല്ലോ, അറിയത്തില്ല. ഇവിടെ അടുത്ത സൈഡിലൊക്കെ നല്ല ഉണ്ട്. ഓക്കെ ഹിയർ ആൻഡ് നമുക്ക് വെട്ടുവാണ്. ഇത് കട്ട് ചെയ്തു. നമുക്കിതും കട്ട് ചെയ്യണം. ആരാണ് ഇങ്ങനെ അയ്യോ എൻ്റെ ഒരു വുഡ് അല്ല കൊള്ളാത്ത മതി.
അപ്പോൾ വീട് പണിയാൻ തുടങ്ങാം. ഞാൻ പിന്നെ എൻ്റെ സ്റ്റൈലിലാണ് വീട് പണിയുന്നത്. അതുകൊണ്ട് എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ വീട് പണിയുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് പിന്നെ വലിയ ട്യൂട്ടോറിയലൊന്നും നോക്കണ്ട. ഞാൻ പെട്ടു മിക്കവാറും ഞാൻ 2 എപ്പിസോഡ് ഇട്ടുള്ളൂ. അതിന് മുന്നേ ഞാൻ പോയി പെട്ടു. അവസ്ഥ നോക്കുകയാണേ തോക്കുക. ഞാൻ എവിടെ നിന്നാണ് വന്നതെന്ന് കൊണ്ട് കാണാൻ പറ്റും. ഇപ്പം എനിക്ക് എൻ്റെ ഐസുള്ള സ്ഥലത്തോട്ട് പോകാമായിരുന്നു. ബട്ട് അതാണ് വേണ്ടേ അല്ലല്ല ആണോ നോക്കട്ടെ. അങ്ങോട്ടും കൂടെ ഒന്ന് പോകണം എന്നാണ് തോന്നുന്നത്. അല്ലല്ലല്ല നമുക്കൊന്ന് ചുറ്റിക്കാരം ഗൈസ്. കുറേ നേരമായിരുന്നു എൻ്റെ വീട് തപ്പുക. ഞാൻ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ ഈ വഴി കൂടെ ഒക്കെ വന്ന് അങ്ങോട്ട് പോയപ്പോഴാണ് ഒരു വില്ലേജ് കണ്ടെത്തിയത്. മനസ്സിലായോ? ഇത് തന്നെ സ്ഥലം അങ്ങനെ എത്തി ഗൈസ്. എൻ്റെ വീടുള്ള സ്ഥലം വന്നടാവേ. കുഴപ്പമില്ല. മറ്റേ റിയൽ ലൈഫിനെ പോലെ ഒന്നും ആക്ട് ചെയ്ത് പറ്റില്ല. ഏതൊന്നും ആയിപ്പോയി. നമ്മൾ അവനെയും കൂടെ കൊന്നതിൻ്റെ സാധനം കിട്ടില്ല. ഇല്ല അതാണ് പ്രശ്നം. നമുക്ക് നേരെ എൻ്റെ വീട് വരെ പോയിട്ട് വരാം. പോയിട്ട് നമുക്കൊരു ബെഡ് എടുത്തിട്ട് ഇങ്ങോട്ട് അല്ല ബെഡ് എടുക്കണം. ചേർത്തിട്ട് പോവാം. പെട്ടെന്നൊരു വീടുണ്ടാക്കണം. ഇതാണ് അല്ല ഇതാണല്ലോ സംതിങ് ഈസ് വെരി ഗുഡ് വാട്ടെവർ. ഒക്കെ നേരെ നമ്മുടെ വില്ലേജ് ഞാൻ നോക്കാൻ വില്ലേജ് കാണുന്നില്ലല്ലോ. ഓക്കെ അവിടെ ഞാൻ ഷീൽഡ് ഉണ്ടാക്കിയിട്ടില്ല ഇത്ര അയനുണ്ടായിട്ട്. ആരാ പൂച്ച സാർ അല്ലല്ല മുയിൽ സാറാണ് ഗൈസ്. മുയിൽ സാറേ അയ്യോ എന്നാ അറിയില്ല ഭയങ്കര സ്റ്റക്കുണ്ട്. ഫോൺ ഓവർ ഹീറ്റായി. എനിക്ക് വിശക്കണമെന്നും ഉണ്ട്. അയ്യോ ബോണസ് കിട്ടല്ലേ. അവനെങ്ങനെ അറിയാമേ അതൊന്നും കിട്ടുന്നു. ഓക്കെ നമുക്കിത് ഫ്രൈ ആയിട്ടിട്ട് പോകാമായിരുന്നു. അപ്പോൾ ഇതെടുത്ത് ഞാൻ അത്രയ്ക്കും പ്രോ-അല്ല. മനസ്സിലായോ? പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ. ഇങ്ങനെ നമ്മൾ കയറി ഇതിങ്ങനെ പോയി കിടന്ന് ഉറങ്ങണം. അപ്പോൾ മോൺസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ ഒന്നും നോക്കത്തില്ല. നമ്മൾ വിശ്വസിക്കുന്നു ഏതാ ഞാൻ നൂബ് അതുകൊണ്ടാണ്. നമ്മൾ പീസ് കൊണ്ടിട്ട് ഈസി ഇടും. അത് കഴിഞ്ഞ് പരിധി കഴിഞ്ഞു. ഓക്കെ അപ്പോൾ ഗൈസ് നമുക്ക് ഇനി അടുത്ത പരിപാടിയിലോട്ട് പോകാം. നമ്മൾ വീട്ടിലോട്ടുള്ള സാധനങ്ങളെല്ലാം എടുക്കണമല്ലോ. നമുക്കിപ്പം അത്യാവശ്യം വേണ്ട ചില സാധനങ്ങൾ ലൈക്ക് കോബിൾ സ്റ്റോൺ. ഒരു ഷീഡ് ഉണ്ടാക്കണം കേട്ടോ. ഷീഡ് ഉണ്ടാക്കാനുണ്ട്. ഷീഡ് ഉണ്ടാക്കാം. ഉണ്ടാക്കാം ഒരെണ്ണം മതി ചേട്ടാ. ഓക്കെ ഷീൽഡ് എന്തേ കയ്യിലിട്ടോ ഞാൻ ഏതാ പവറ്. ഓക്കെ നമുക്കിതിനകത്തുനിന്ന് ഒരു ബക്കറ്റ് വേണം. വെള്ളം വേണ്ടേ? ഞാനത് ഓക്കാക്കില്ലല്ലോ. എല്ലാം ഓക്കാക്കണം. നമുക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാം. അപ്പം തന്നെ കിട്ടിക്കോളൂ. ഇത് കുറേ ഒരു സ്റ്റാക്കിൻ്റെ മുകളിൽ 2 സ്റ്റാക്കിൻ്റെ മുകളിലേക്ക് വായോ ഇങ്ങനെ നെക്കി പിടിക്കണം ഗൈസ്. അപ്പം പെട്ടെന്ന് കിട്ടി. ഞാനാണെങ്കിൽ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴവിടെ മനസ്സിലായി നെക്കി പിടിച്ചാൽ മതിയെന്ന്. നമുക്ക് ഇതും കൂടെ ആക്കിയ സന്തോഷം. ഇച്ചിരി ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ. ഇച്ചിരി നമുക്ക് ഡെക്കറേറ്റ് ആക്കണ്ടേ. നമുക്ക് ഇവിടെ നിന്ന് ആക്കണം. അയ്യോ അയൺ പിക്കക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും ഓർത്തില്ല. അയ്യോ നമുക്കിൻ്റെ കൂടെ ഇവിടെ വയ്ക്കാം. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് കുറയ്ക്കാം. ഇത്ര ഇതായിരുന്നോട്ടെ. ഇത് വേണ്ട ഇപ്പോൾ വേണ്ട. ഇവിടെ വരെ പോയിട്ട് അല്ലേ ഈ ബക്കറ്റ് വേണ്ട. ഈ ബക്കറ്റ് ഓക്കെ ലെറ്റ്സ് ഗോ. എൻ്റെ ഫാം കാണിക്കാൻ മറന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ചോ അറിയത്തില്ല. ഇതാണ് എൻ്റെ ഫാം. കണ്ടില്ലേ? ആണ് എൻ്റെ ക്രോപ്സ്. ഞാനന്ന് എടുത്തായിരുന്നു. ഒന്ന് വിളിച്ച് വെച്ച് ഞാൻ ചെയ്തിട്ട് ഓക്കെ നമുക്ക് ഇങ്ങോട്ട് നോക്കാം.
ഓക്കെ, നമുക്ക് എന്തായാലും ബ്രേക്ക് ചെയ്യാൻ പോകണം. എങ്ങോട്ടായിരുന്നു പോകുന്നത്? ഇങ്ങോട്ടല്ല, നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ അവിടെ പോയിട്ട് കാണാം. ലാഗ് എടുപ്പിക്കുന്നു. പ്ലാൻ എല്ലാം മാറി, നമ്മുടെ മൊത്തം പ്ലാനും മാറി. ഞാൻ നമ്മുടെ ഐസ് ഞാൻ നിങ്ങളവർക്ക് ഇവിടെ നിന്ന് റിവറും കാര്യങ്ങളല്ലേ, നമുക്ക് നമ്മുടേതായ ഒരു ആർട്ടിഫിഷ്യൽ പോണ്ടൊക്കെ ഉണ്ടാക്കും. കാര്യം സീനില്ല. നമുക്ക് ഈ പംകിൻസ് എല്ലാം മാറ്റേണ്ട വരും. അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല ഗൈസ്, ഇത് വെച്ച് പയ്യ ഉണ്ടാക്കാമല്ലേ. അതല്ല ഗൈസ്, നമ്മുടെ മെയിൻ എന്നാ അറിയാം, നമുക്കിവിടെ വീട് പണിയുവാണ്. നമ്മുടെ വില്ലേജിൽ പെട്ടെന്ന് പോകാം. അത് മാത്രമല്ല, നമുക്കിവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമ്മൾ അയൺ ഫാം കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ നമ്മുടെ ബിൽഡ് എങ്ങനെ തുടങ്ങും, ഒരു ഐഡിയ അങ്ങോട്ട് കിട്ടുന്നില്ല. നമ്മൾ ഫസ്റ്റത്തെ വീടെന്ന് പറയുമ്പോൾ എന്തൊരു ഒരു സുഖം. ഷവലിൻ്റെ ആവശ്യം വരാൻ ചാൻസ് കുറവാണ്. ഈ ഓയൻ അവിടെ വെച്ചിട്ട് വരണ്ടായിരുന്നു. നമുക്ക് പ്രൊബി പോകുന്നു. ഈ ഫുഡൊക്കെ വേറെ ഇവിടെ വയ്ക്കാവും. ഇല്ല, പറ്റുന്നില്ല, എന്നാ അറിയത്തില്ല. ബാക്കി യൂട്യൂബ്സൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള രീതിയിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടെന്നായിരുന്നു. അതിൻ്റെ ഇത് അല്ല കേട്ടോ, ഈ ബണ്ടിലിൻ്റെ ഗുണം നന്നായിട്ടുണ്ട്. അതിനോട്ടെ വേണമില്ലായിട്ടോട്ടെ. ഓക്കെ, നമുക്ക് നമ്മുടെ വില്ല് ഇത് കൂടെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് നോക്കാം. 1 2 1 2 3 എത്ര ബ്ലോക്ക് ഉണ്ട്? 1 2 1 അല്ല 1 2 3 4 5. അപ്പോൾ നമുക്ക് 7 വരും. 7 8 എത്ര കാണിച്ചു? 1 2 എല്ലാം മൊത്തം പൊട്ടത്തെറ്റാണല്ലോ. 1 2 3 4 5 6 7 കറക്റ്റാ. അപ്പോൾ നമുക്കിവിടെ ഇത് രണ്ടെണ്ണം അങ്ങോട്ട് വെച്ചിട്ട് 1 2 3 4 5 6 7. ഓക്കെ, ഇതാണ് നമ്മുടെ എൻട്രൻസ്. നമുക്കിവിടെ ഇച്ചിരി ഡെക്കറേറ്റ് ചെയ്യണം ഗൈസ്. ഞാനറിയാതെ ഒന്ന് അൺബോക്സ് ചെയ്ത് റെക്കോർഡാകുന്നുണ്ട് നോക്കാവുള്ളതിന്. ഇവിടെ നമുക്കൊരു 8 ചെയ്യാം. 1 2 3 4 5 6 7 8. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകണ്ട. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് പോവാം. 6 7 8 9 പോയി 10 മതി. നമുക്ക് അവിടെ ഇച്ചിരി സെറ്റാക്കണം. 10 വരെ വേണം. അതിനൊന്ന് അങ്ങോട്ട് എടുക്കാം. 1 2 3 4 5 6 7 8 9 10 അങ്ങോട്ട് പോട്ടെ. അയ്യോ, ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട് പോടാ പോയി. നമുക്ക് ഇതാണ് എൻ്റെ ഫേവറേറ്റ്. വന്നുണ്ടോ? അയ്യോ ചമ്മി. ഇതാണ് ഈ ഗ്യാസ് എൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതേ ഗ്യാസ് പിടിച്ചിരിക്കുകയാണ്. ഇവിടെ ഒന്ന് നമുക്ക് പിന്നെ 2 തന്നെ ആണ് വേണ്ടത്. നമുക്ക് ഇവിടെ വന്നിട്ട് ഞാൻ രാവിലെ സ്കൂളിൽ പോകാനുള്ളതിന് ഞാനിപ്പോൾ ഇന്ന് റെക്കോർഡ് ചെയ്യാണ് ഗൈസ്. ഇങ്ങനെ പോയ അമ്മ എന്നെ പടക്കി കടിച്ചിരിക്കും. അയ്യോ, എൻ്റെ ഫുഡ് തീർന്നു. ഇല്ല, 2 സ്റ്റാക്ക് തീർന്നു. ഓക്കെ, എനിക്ക് ഓക്കും സ്പൂസ് ലോഗുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാണാൻ. എനിക്ക് ജംഗിൾ അങ്ങനെ ഇഷ്ടമില്ല, പക്ഷേ നമുക്ക് ചാർക്കോൾ ഉണ്ടാക്കാമല്ലോ, അതിന് വേണ്ടിയാണ് ഞാൻ ഇച്ചിരി ബ്രേക്ക് എടുക്കുന്നത്. ഞാനിങ്ങനെ പ്ലാറ്റ്ഫോം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ എൻട്രൻസ് ആണ് പറഞ്ഞല്ലോ. അത് അവിടെ നമുക്ക് ഇച്ചിരി സെറ്റപ്പ് ആക്കുന്നുണ്ട്. ഇവിടെ ഇച്ചിരി ഇങ്ങനെയൊക്കെ വെച്ച് സെറ്റാക്കുക. ഞാനത് അടുത്ത എപ്പിസോഡിൽ കുറച്ചും കൂടെ സെറ്റാക്കിയിട്ട് കാണാം. നമുക്കിപ്പോൾ ഇച്ചിരി സ്കൂളിൽ പോകാൻ ടൈമായി. എന്നാ ഞാൻ പറയാനേ, ടൈമ പിടിച്ച് തന്നെ ഓടിക്കും. നമ്മുടെ ഓക്ക് പ്ലാൻസും തീർന്നു. അടുത്ത എപ്പിസോഡിൽ ഞാനൊരു 3-4 സ്റ്റാക്ക് ഓക്ക് പ്ലാൻസും ആക്കുന്നതായിരിക്കും. നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ചിരിക്കാം. എന്നിട്ടല്ലോ അത് 2 മിനിറ്റ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് പോകാം കേട്ടോടാ. അപ്പോൾ നമുക്ക് ഇവിടെ വയ്ക്കാനേ, ഇവിടെ ഒന്ന് ഇതുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഇച്ചിരി സ്റ്റോറേജ് വെച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. ഇങ്ങനെ വെക്കാം. അപ്പോൾ ഗൈസ്
നമ്മുടെ ഇന്നത്തെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ്. അയ്യോ, മൊത്തം തീർന്നില്ല. ഇന്നത്തെ തേർഡ് എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സൺസെറ്റോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.